കുട്ടികളെ, പോയിറോട്ടിൻ്റെയും ഡോക്ടർ ജെറാൾഡിൻ്റെയും സാറയുടെയും ബോയിൻ്റൻ കുടുംബത്തിൻ്റെയും ഒക്കെ ഒപ്പമുള്ള നമ്മുടെ യാത്ര വളരെ സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്പം നിഗൂഢമായും. അപ്പോൾ നമുക്ക് 9ാമത്തെ അധ്യായത്തിലേക്ക് കടന്നാലോ? പെട്രായിലേക്ക് യാത്ര തുടങ്ങുന്ന ദിവസം അധികാരഗർവുള്ള ഒരു സ്ത്രീ കാറിൻ്റെ വലിപ്പക്കുറവിനെക്കുറിച്ച് ബഹളമുണ്ടാക്കുന്നത് സാറ കണ്ടു. അവർ ദേഷ്യത്തിൽ പറഞ്ഞു, 4 യാത്രക്കാരും ഒരു വഴികാട്ടിയും ഈ കൊച്ചു കാറിൽ എങ്ങനെ പോവും? ഇത് കൊണ്ടുപോയിട്ട് കുറെ കൂടി സൗകര്യമുള്ള ഒരെണ്ണം ഇങ്ങോട്ട് അയക്കാൻ പറയൂ. സാധാരണയായി എല്ലാ സഞ്ചാരികളും ഇത്തരം കാറുകളിലാണ് യാത്ര ചെയ്യുന്നതെന്നും മരുഭൂമിയിലെ യാത്രയ്ക്ക് ഈ കാറ് പറ്റിയതാണെന്നും എല്ലാ സൗകര്യവും ഈ കാറിലുണ്ടെന്നും ഒക്കെ ടൂറിസ്റ്റ് ഏജന്റ് വാദിച്ചു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അജാനുബാഹുവായ ആ സ്ത്രീയുടെ മുമ്പിൽ അയാൾക്ക് ഉത്തരം മുട്ടി. പെട്ടെന്ന് അവർ സാറയെ കണ്ടു. മിസ് സാറയല്ലേ? ഞാനാണ് ലേഡി വെസ്റ്റോം. ഈ കാറ് തീരെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്സിലായില്ല. അതെ, കുറെ കൂടി വലുതാണെങ്കിൽ യാത്രയ്ക്ക് സുഖമായിരിക്കും. സാറ പക്ഷെ വളരെ സൂക്ഷിച്ചാണ് ഉത്തരം പറഞ്ഞത്. വലിയ കാറായ ചെലവ് കൂടുമെന്ന് യുവാവ് പിറുപിറുത്തു. ചെലവോ? എല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. ലേഡി വെസ്റ്റോം തീർത്തു പറഞ്ഞു. ഒറ്റ കാശ് കൂടുതൽ തരില്ല. സുഖകരമായ കാർ സവാരി എന്നല്ലേ നിങ്ങളുടെ പത്രത്തിൽ പറഞ്ഞിരുന്നത്? മര്യാദയ്ക്ക് വാക്ക് പാലിക്കണം മിസ്റ്റർ. ആ ചെറുപ്പക്കാരൻ പരാജയം സമ്മതിച്ചു. എന്തായാലും വേറെ കാറ് ശരിയാക്കാമെന്ന് പറഞ്ഞ് അയാൾ സ്ഥലം വിട്ടു. വലിയൊരു ജയം നേടിയ മട്ടിൽ ലേഡി വെസ്റ്റോം സാറയെ നോക്കി പുഞ്ചിരിച്ചു. ഇംഗ്ലീഷ് രാഷ്ട്രീയത്തിലെ ഒരു ഉജ്ജ്വല താരമാണ് ലേഡി വെസ്റ്റോം. നായാട്ടിലും മീൻപിടുത്തത്തിലും മാത്രം താല്പര്യമുണ്ടായിരുന്ന മധ്യവയസ്കനും ശുദ്ധ പാവവുമായിരുന്നു വെസ്റ്റോം പ്രഭു. ഒരിക്കൽ അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. കപ്പലിൽ അദ്ദേഹത്തിന്റെ സഹയാത്രികയായിരുന്നു മിസസ് വാനി സ്റ്റാർട്ട്. അങ്ങനെ അധികം താമസിയാതെ മിസസ് വാനി സ്റ്റാർട്ട് ലേഡി വെസ്റ്റോമായി. കപ്പൽ യാത്രക്കിടയിൽ ഉണ്ടാകാറുള്ള അപകടങ്ങളിൽ ഒന്നായിട്ടാണ് പലരും ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. വിലപിടിച്ച പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്നതിലും നായ വളർത്തുന്നതിലും നാട്ടുകാരായ പാവങ്ങളെ വിരട്ടുന്നതിലും താല്പര്യം കാണിച്ചിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് തന്റെ ഭർത്താവിനെ രാഷ്ട്രീയത്തിലിറങ്ങാൻ പ്രേരിപ്പിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടും രാഷ്ട്രീയം തനിക്ക് പറ്റില്ലെന്ന മട്ടിൽ മൃഗയാ വിനോദത്തിൽ മാത്രം പ്രഭു ഒതുങ്ങിക്കൂടിയപ്പോൾ, എന്നാൽ ഇനി താനൊരു കൈ നോക്കാം എന്ന മട്ടിൽ പ്രഭ്വി പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നിന്നു. തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു. പിന്നാരെയും തലയും മുറുക്കി അവർ രാഷ്ട്രീയത്തിൽ പയറ്റി തുടങ്ങി. ലേഡി വെസ്റ്റോമിനെ കുറിച്ചുള്ള കാർട്ടൂണുകൾ പത്രത്തിൽ നിറഞ്ഞു. അവർ പ്രശസ്തയായെന്നതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ. കുടുംബജീവിതത്തിൽ യാഥാസ്ഥിതികത്വത്തിനു വേണ്ടി വാദിച്ചിരുന്ന അവർക്ക് സ്ത്രീകൾക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലും കൃഷി, ചേരി നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലും ഖണ്ഡിതമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഏറെ ബഹുമാനിക്കപ്പെടുകയും അതേസമയം അങ്ങേയറ്റം വെറുക്കപ്പെടുകയും ചെയ്തു പോകുന്ന സ്ത്രീയായിരുന്നു ലേഡി വെസ്റ്റോം. അടുത്ത പ്രാവശ്യം അവരുടെ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർ ഒരു സഹമന്ത്രിയെങ്കിലും ആകാൻ ഇടയുണ്ട്. തിരിച്ചുപോയ കാറിനെ നോക്കി ക്രൂരമായ സംതൃപ്തിയോടെ ലേഡി വെസ്റ്റോം പറഞ്ഞു, സ്ത്രീകളെ എല്ലാം ചൊൽപ്പടിയിൽ നിർത്തിക്കളയാമെന്ന വിചാരം പുരുഷന്മാർക്കുണ്ട്. ഈ സ്ത്രീയെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് കരുതുന്ന പുരുഷൻ അസാമാന്യ ധൈര്യശാലിയായിരിക്കും, സാറ വിചാരിച്ചു. അപ്പോൾ ഹോട്ടലിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ ജെറാൾഡിനെ അവർക്ക് പരിചയപ്പെടുത്തി. തീർച്ചയായും താങ്കളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ലേഡി വെസ്റ്റോം ഹസ്തദാനം ചെയ്തു പറഞ്ഞു. ഇന്നാൾ ഒരു ദിവസം പാരീസിൽ വെച്ച് ഞാൻ പ്രൊഫസർ ക്ലെമൻ ക്ലൂവിനെ കണ്ടിരുന്നു. നിർധനരായ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന കാര്യം ഞാനിപ്പോൾ ഗൗരവമായി എടുത്തിട്ടുണ്ട്. വളരെ ഗൗരവമായി തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. നല്ല ഒരു കാറ് വരുന്നത് വരെ നമുക്ക് അകത്തിരിക്കാം. പെട്ടെന്ന് തന്നെ അമബൽ പിയേഴ്സ് എന്ന ഒരു സ്ത്രീയും അവരോടൊപ്പം വരാന്തയിലേക്ക് പ്രവേശിച്ചു. കാറിൽ യാത്ര ചെയ്യാനുള്ള സംഘത്തിലെ 4ാമത്തെ അംഗമാണ് അതെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് ജോലി മിസ് കിങ്? ഞാനീയിടെ മെഡിസിൻ ബിരുദം എടുത്തതേ ഉള്ളൂ. കൊള്ളാം, പെണ്ണുങ്ങളെ കൊണ്ടേ വല്ലതും ചെയ്യാനൊക്കൂ എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. സ്ത്രീത്വത്തെക്കുറിച്ചുള്ള അവരുടെ ഈ പ്രസ്താവന കേട്ട് സാറയ്ക്കെന്തോ വല്ലായ്മ തോന്നി. അവൾ മൗനം പാലിച്ചു. താൻ ജെറുസലേം ഹൈക്കമ്മീഷണറോടൊപ്പം താമസിക്കാനുള്ള ക്ഷണം നിരസിച്ചിരിക്കുകയാണെന്ന് സംസാരത്തിനിടയ്ക്ക് ലേഡി വെസ്റ്റോം പറഞ്ഞു. ഔദ്യോഗികമായ ഗുലുമാലികളൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്ത് കാര്യം? സാറ അത്ഭുതത്തോടെ ചോദിച്ചു. അല്ല, സോളമൻ ഹോട്ടലിലാകുമ്പോൾ ആരുടെയും ശല്യം ഉണ്ടാകുകയില്ലെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അവർ വിശദീകരിച്ചു. ഹോട്ടൽ സുഗമമായി നടത്തേണ്ടതിനെക്കുറിച്ച് മാനേജർക്ക് അവർ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടത്രേ. ഏത് കാര്യവും നേരെ ചൊവ്വെ നടത്തണം, അതെനിക്ക് നിർബന്ധമാണ്. അത് ശരിയാണെന്നതിനുള്ള തെളിവും ഉടനെ തന്നെ കിട്ടി. വെറും 15 മിനിറ്റിനുള്ളിൽ സൗകര്യപ്രദമായ കാർ മുറ്റത്ത് വന്നു. അങ്ങനെ ലേഡി വെസ്റ്റോമിന്റെ ഉപദേശപ്രകാരം ലഗേജ് ഒക്കെ അടുക്കി വെച്ചതിന് ശേഷം അവർ യാത്ര ആരംഭിച്ചു.
ചാവ് കടലിന് സമീപമുള്ള ജെറീകോ പട്ടണത്തിലെ ഹോട്ടലിലാണ് അവർ ഉച്ചഭക്ഷണം കഴിച്ചത്. ലേഡി വെസ്റ്റോമും മിസ് പിയേഴ്സണും എങ്ങോട്ടോ തിരിഞ്ഞ തക്കം നോക്കി ഡോക്ടർ ജെറാൾഡ് ആ പുരാതന നഗരം ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വഴികാട്ടിയോടൊപ്പം പോയി. എന്നാൽ സാറ ഹോട്ടലിലെ ഉദ്യാനത്തിൽ തന്നെ തങ്ങി. ചെറിയൊരു തലവേദന തോന്നിയതുകൊണ്ട് മാത്രം അവൾ തനിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അകാരണമായ ഒരു വിഷാദ ഭാവത്തിന് അവൾ അടിമയായിരുന്നു. കാഴ്ച കാണാനോ കൂട്ടുകൂടാനോ ഉള്ള അവളുടെ താല്പര്യമെല്ലാം നശിച്ചു. പെട്രായിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് പോലും അവൾക്ക് തോന്നി. ചെലവ് വളരെ കൂടും. ഇങ്ങനെയാണ് കാര്യമെങ്കിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റുകയില്ലെന്നും തീർച്ച. പിന്നെ ലേഡി വെസ്റ്റോമിന്റെ മുഴക്കമുള്ള ഒച്ചയും മിസ് പിയേഴ്സന്റെ നിർത്താത്ത ചെലക്കലും കൊണ്ട് അവൾ സഹി കെട്ടിരുന്നു. തന്റെ വിചാരങ്ങളെല്ലാം അറിയുന്നുണ്ട് എന്ന ഡോക്ടർ ജെറാൾഡിന്റെ ഭാവവും അവൾക്ക് വളരെ അസഹ്യമായി തോന്നി. ബോയിന്റൺ കുടുംബം ഇപ്പോഴെവിടെയായിരിക്കുമെന്ന് അവൾ വെറുതെ ഒന്ന് ഓർത്തു നോക്കി. സിറിയയിലേക്ക് പോയിരിക്കുമോ? ബാൽബയ്ക്കിലോ ഡെമാസ്കസിലോ എത്തിയിരിക്കുമോ? റെയ്മണ്ട് ഇപ്പോഴെവിടെയായിരിക്കും? അയാളുടെ മുഖം താൻ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് ഓർക്കുന്നതെന്ന് അവൾക്ക് അത്ഭുതം തോന്നി. ആ ആകാംക്ഷയും പരിഭ്രമവും എല്ലാം ഓർക്കുന്നു. നാശം! ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടയില്ലാത്ത മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നത് എന്തിന്? ഇന്നലെ ആ കിഴവിയെ നേരിട്ട രംഗം, അത്തരം അസംബന്ധങ്ങളെല്ലാം അവരോട് പറയാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? താൻ പറഞ്ഞതിൽ കുറെയെങ്കിലും മറ്റാരെങ്കിലും കേട്ടിരിക്കും. ആ ലേഡി വെസ്റ്റോം അപ്പോൾ അടുത്തെവിടെയോ ഉണ്ടായിരുന്നതായിട്ട് തോന്നി. കിഴവിയുടെ വാക്കുകൾ എന്താണെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ സാറ് ശ്രമിച്ചു നോക്കി. എന്തോ ഭ്രാന്ത് പുലമ്പുകയായിരുന്നു. ഹോ, താൻ എന്തൊരു വിഡ്ഢിയായിപ്പോയി. പക്ഷേ അത് തൻ്റെ കുറ്റമല്ല. മിസ്സസ് ബോയിന്റൺ തന്നെയാണ് കുറ്റക്കാരി. നമ്മുടെ മനസ്സിന്റെ സമനില തെറ്റിക്കുന്ന എന്തോ ഒന്ന് ആ കിഴവിയിലുണ്ട്. പെട്ടെന്ന് ഡോക്ടർ ജെറാൾഡ് അവിടേക്ക് വന്നു. നെറ്റിയിലെ വിയർപ്പ് തുടച്ചിട്ട്, ഹാ, ആ പെമ്പറന്നോരെ വിഷം കൊടുത്ത് കൊല്ലണം. എന്നിട്ട് അദ്ദേഹം കസേരയിലേക്ക് വന്ന് വീണു. ആരെ? മിസ്സസ് ബോയിന്റണെയോ? സാറ് ഞെട്ടലോട് ചോദിച്ചു. മിസ്സസ് ബോയിന്റണെയോ? അല്ല, ലേഡി വെസ്റ്റോമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറെ കൊല്ലങ്ങളായിട്ട് അവരുടെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുന്ന മനുഷ്യൻ അത് ചെയ്യാത്തതാണ് അത്ഭുതം. ആ ഭർത്താവ് എന്തൊരു സാധനമാണോ? ഓ, അയാൾക്ക് നായാട്ടും മീൻപിടുത്തവും മതി. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ അതിന് സാധൂകരണമുണ്ട്. കൊല്ലാനുള്ള പ്രേരണ നിറവേറ്റാൻ മിണ്ടാപ്രാണികളെ വകവരുത്തുന്നു. ഭാര്യയുടെ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് മൂപ്പർക്ക് വലിയ അഭിമാനമാണ്. ആ, അങ്ങനെയെങ്കിലും അവർ അധിക സമയം വീടിന് പുറത്തായിരിക്കുമല്ലോ. അത് തന്നെയാണ് കാരണം. അതിരിക്കട്ടെ, മിസ്സസ് ബോയിന്റിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ. ആ, അവരെ വിഷം കൊടുത്ത് കൊല്ലുകയെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. ഒരു കുടുംബം രക്ഷപ്പെടും. വാസ്തവത്തിൽ വിഷം കൊടുത്ത് കൊല്ലേണ്ട ഒട്ടനവധി സ്ത്രീകളുണ്ട്. വയസ്സായവരും വൈരൂപ്യം ബാധിച്ചവരുമായ എല്ലാവരും. ഒരു വികൃതമായ മുഖഭാവത്തോടെ ആ ഫ്രഞ്ചുകാരൻ ഡോക്ടർ പറഞ്ഞു നിർത്തി. എല്ലാവർക്കും മിസ്സസ് ബോയിന്റനെ കൊല്ലണം. ശരിക്കും മിസ്സസ് ബോയിന്റൺ കൊല ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുട്ടികളെ, 9ാമത്തെ അധ്യായം സമയപരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിനെയും ഇതുവരെ നിങ്ങൾ കേട്ട എല്ലാ അധ്യായങ്ങളെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. ഇനി 9ാമത്തെ അധ്യായത്തിന്റെ പാർട്ട് 2 അടുത്ത ദിവസം കാണാമേ. അതുവരേക്കും ടാറ്റ.